ജീവനക്കാരിയെ സസ്പെൻഡ് ചെയ്ത GCDA നടപടിക്കെതിരെ പ്രതിഷേധവുമായി CIT യൂണിയൻ രംഗത്ത് വന്നിരിക്കുകയാണ്. CIT അഖിലേന്ത്യാ സെക്രട്ടറി K. ചന്ദ്രൻപിള്ള ചെയർമാനായ GCDA ഓഫീസിന്റെ മുന്നിലാണ് CIT യൂണിയന്റെ സമരം എന്നതാണ് അതിന്റെ പ്രത്യേകത. പ്രതിഷേധ പരിപാടികളിൽ CITU ജില്ലാ സെക്രട്ടറി ജോൺ ഫെർണാണ്ടസും CPM ജില്ലാ കമ്മിറ്റി അംഗം KS അരുൺകുമാറും പങ്കെടുത്തു. ജീവനക്കാരുടെ എന്തൊക്കെയോ വീഴ്ചയാണെന്നുള്ള രൂപത്തിൽ ഒരാളെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തു. ഇന്നലെ മുതൽ വേറെ മെമ്മോ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഇത്തരത്തിലൊരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻറ്റിൽ ഏതെങ്കിലും വീഴ്ചയുണ്ടോ മറ്റു കാര്യങ്ങൾ ആണ് അന്വേഷിക്കേണ്ടത്. ജീവനക്കാരുടെ തലയിലേക്ക് ഈ വിഷയം വച്ച് ഓരോ ജീവനക്കാർക്കെതിരെയും വ്യക്തിപരമായിട്ട് നടപടി സ്വീകരിക്കുന്ന തരത്തിലേക്ക് 2 ദിവസമായിട്ട് സാഹചര്യം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ GCDAയിലെ എംപ്ലോയീസ് യൂണിയൻ ഒറ്റക്കെട്ടായിട്ട് ആ നടപടിക്കെതിരെ ഓരോരുത്തർക്കെതിരെ മെമ്മോ കൊടുത്ത് യാതൊരു വിശദീകരണം ചോദിക്കാതെ സസ്പെൻഡ് ചെയ്യുന്ന മാനേജ്മെൻറ്റിൻ്റെ രീതിക്കെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമാണെന്ന് സംഘടിപ്പിച്ചത്. ആ പ്രതിഷേധം അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് GCDA എംപ്ലോയീസ് യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രദീപ് ജോസഫ് ഉണ്ട് വിവരങ്ങളുമായി. പ്രദീപ്, ഈ സമരം അത് K. ചന്ദ്രൻപിള്ള അധ്യക്ഷനായ GCDAക്കെതിരെ, അദ്ദേഹം CITUവിന്റെ അഖിലേന്ത്യാ നേതാവാണ്. CITU തന്നെ അവിടെ സമരം ചെയ്യുന്ന സാഹചര്യം എന്താണ്? കലൂർ സ്റ്റേഡിയത്തിൽ ഉമാ തോമസ് MLAക്കുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തി എന്ന് കാണിച്ചാണ് GCDA ഇതിന്റെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തത്. മറ്റു ചില ജീവനക്കാർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഷോക്കോസ് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് GCDA എംപ്ലോയീസ് യൂണിയൻ, അത് CITUവിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സംഘടനയാണ്. ഈ CITUവിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സംഘടന CITUവിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി കൂടിയായ K. ചന്ദ്രൻപിള്ള നേതൃത്വം നൽകുന്ന GCDA ഭരണസമിതിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ന് നടന്ന പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത് GCDA എംപ്ലോയീസ് യൂണിയന്റെ പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് KS അരുൺകുമാറും ഒപ്പം CITUവിന്റെ ജില്ലാ ഭാരവാഹിയായ മുൻ MLA കൂടിയായ ജോൺ ഫെർണാണ്ടസും ചേർന്നാണ്. GCDA എക്സിക്യൂട്ടീവിന്റെ ഇത്തരത്തിലുള്ള, അതായത് ജീവനക്കാർക്കെതിരെ എടുക്കുന്ന നടപടികൾ യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നാണ് ഇരുവരും വ്യക്തമാക്കിയത്. വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് പരിശോധിച്ചുകൊള്ളട്ടെ, പക്ഷേ അകാരണമായി ജീവനക്കാർക്കെതിരെ എടുക്കുന്ന നടപടി യാതൊരു കാരണവശാലും GCDA എംപ്ലോയീസ് യൂണിയൻ CITU അംഗീകരിക്കുകയില്ല. ഇതിനെതിരെ ഏതറ്റം വരെ വേണമെങ്കിലും പ്രത്യക്ഷ സമര പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ഇരുവരും അറിയിക്കുകയുണ്ടായി. തത്വത്തിൽ K. ചന്ദ്രൻപിള്ളയ്ക്കെതിരെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം എന്ന് പറയാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കലൂർ സ്റ്റേഡിയത്തിൽ അപകടം നടന്നതിന് ശേഷം വിവിധ കോണുകളിൽ നിന്ന് GCDA അധ്യക്ഷനായ K. ചന്ദ്രൻപിള്ളയ്ക്കും ഒപ്പം GCDA ഭരണസമിതിക്കുമെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. സ്റ്റേഡിയം വിട്ടു നൽകിയത്. എന്തായാലും GCDAയിൽ തന്നെ ഇത് സംബന്ധിച്ച 2 അഭിപ്രായങ്ങളും പ്രതിഷേധങ്ങളും.